ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി അന്നേരമുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇതിനു ചപ്പാത്തി ഇട്ട് പിന്നെ ഇതിനു മുട്ട ഇതാക്കി. അപ്പോൾ ഇന്നുള്ളത് ഇതാ നമ്മളെ പോയിട്ട് വിരിക്കല്ല ഉള്ളി ഇട് ഇതിൻ്റെ അകത്ത് ഇപ്പുറത്താ തീ കത്തിച്ച അല്ല അത് നോക്കുന്ന എന്താ മറിച്ചാനിങ്ങനെ അതിന്റെ ഇതില് ഇതിടല്ലേ ചെയ്യണ്ടേ? അങ്ങനെ ഇതെല്ലാം പഠിച്ചു വരുന്നുള്ളൂ. നെത്തൊന്നും ഇടാണ്ട് ഇതാക്കിന് എല്ലാം എന്റെ രണ്ടാമത് ഉള്ളി മുറിച്ചിടാൻ കഴിയില്ല. ഇങ്ങനെ ഇതെല്ലാം ഉമ്മ മുറിച്ചിട്ട് ഇതാ അല്ലാണ്ട് ഇനി മുറിച്ചിടുക. എടുത്ത കൈ കൊണ്ടാട്ടാക്കും പോലെ ഉണ്ട്. ആരാ ഉണ്ടാക്കുന്നേന്ന് നോക്ക്. ഇതാ കറക്റ്റ് ഇതാ ഉള്ളി മുറിച്ചിടത്ത് അതാ അത് വേണ്ട ഞാൻ മുറിച്ചിട്ടാ വലിയ ഷെഫ് മുറിച്ചിട്ടായിരുന്നെങ്കിൽ വേണം ഇതാക്കിക്കോ. ഇത് ഇനി ഇതെന്നാക്കണ്ട കത്തിച്ചേക്ക് ഇതിങ്ങനെ ഇതാക്കല്ലോ വാട്ടുമല്ല കൂടെ കൂടെ ഇളക്കണ്ട. അതിന്റെ കൂടെ തന്നെ മറ്റേത് വിട്. ഇതാ എല്ലാം അല്ല അല്ല ഇതാ മിക്സ് ചെയ്തതാ ചെതുക്കി. ഇതാ പച്ചമുളകെല്ലാം കയ്യിൽ പോലെ പണി കിട്ടി എനിക്ക്. നമ്മളങ്ങനെ കൊണ്ടല്ല ഇതിനെ കൊണ്ട് ഇതായിക്കോ. ഷെഫുമാർ അങ്ങനെ കയ്യെ കൊണ്ട് തൊടൂല. അല്ല പണി കിട്ടണ്ടിട്ടല്ലേ ഞാൻ എടുത്തിട്ട് എനിക്ക് നല്ല മുഞ്ചില് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി ഉണ്ടായി. പണിയുടെ കടുപ്പം മനസ്സിലാക്കി സാധനം കാണുന്നത് മുളക് കാന്താരി മുളകും പച്ചമുളകില്ല കാന്താരിയാ? ഉമ്മന്റെ സ്പെഷ്യലായത് കാന്താരി എന്താ പറയാ. ആദ്യത്തെ ഒരു ദിവസം മേടിച്ചു കൊടുത്ത് പിന്നെ എന്താ പറയാ കല്ലുമ്മ കൈക്ക് പിന്നെ എന്താ പറയാ മറ്റേ കട്ട്ലേറ്റ് അതിനെല്ലാം ഫുള്ള് കാന്താരിയാ. ഇപ്പോ ഞാനിപ്പോ കാന്താരിക്കായിട്ട് പീടിയിൽ പോക്കുള്ളൂ മെയിനായിട്ട്. ഇതാക്കി ഇട്ടുകൊണ്ട് കിട്ടുമ്പല്ലേ കിട്ടുമോ? മാങ്ങ സ്റ്റോക്ക് വെക്കണ്ടേ? ഓക്കേതാ നല്ല വൃത്തിക്കെടുക്ക്. അതിന്റെ തെന്നുണ്ട് ഇഷ്ടംപോലെ. ഞാനാ കഷ്ടപ്പെട്ടെ അല്ല പുള്ളിയാക്ക് നേരം പൊരിച്ചെടുക്കോ? പൊരിച്ചെടുക്കൂ. അതെല്ലാം അതിനെ കൊണ്ട് മാത്രം തുടങ്ങാറ്. നല്ല വെച്ചതായിരിക്കും. അങ്ങനെ ഒരു പണി എടുക്കടാ. ഇത്രയും വലിയ ഷെഫിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. മിക്സിന്റെ ഇത് കാണായിട്ട് പക്ഷെ ജാറിന്റെ ഉള്ളിൽ പച്ചമുളകെല്ലാം തിരിച്ചെടുക്കും. എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പണി എന്റെ ഒഴിഞ്ഞ് കിട്ടിയേ. അല്ല ഞാനേ നല്ല വൃത്തിയാക്കിട്ട് അത് കയറ്റണ്ടേ. ഓക്കെ അല്ലേ? സാധനം റെഡി അല്ലേ? ഇനി 4 പേർ ആക്കല്ല. ഇത്രക്കാരും വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങള് പച്ചമുളകെല്ലാം ഇടുമ്പോ ഇങ്ങനെ ഇടുക. സ്പീഡ് തെറിപ്പിച്ച് അങ്ങ് പുറത്താക്കല്ലേ, ചൂടാക്കല്ലേ. കുറച്ചാളുള്ളൂ. എന്റെ പൂതിക്ക് തന്നതാ. ഞാനിപ്പോ ഈ വീഡിയോ ഒഴിവാക്കി ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഉമ്മാക്ക് കൊടുക്കും. ഉമ്മാക്ക് കൊടുക്കും. കഷ്ടപ്പാടുള്ള ഉമ്മാക്ക് കൊടുക്കും. കയ്യല്ലേ എന്ത് വേർപ്പൊന്നും അതിന്റെ താക്കല്ല. അതിന് വേർപ്പൊന്നുമില്ല. അല്ല ഇനി പറയുന്ന അവര് ഈ ഫോർമാലിറ്റി കഷ്ടപ്പാട് കാണിച്ചൊട്ടലാ. ഇനി അതിന്റെ അപ്പുറം നിന്നിട്ടുണ്ടായി ചോറാവും. ഇളക്കി ഇളക്കിയല്ല. ഇനീന്റെ ബാക്കി ഞാൻ വിളിക്കാം കേട്ടാ. ഒരുവിധം റെഡി ആയാലും ഞാൻ വിളിക്കാം. അന്നേരം എടുക്കാം. അത് പച്ചക്കറി ഉണ്ട്. പച്ചക്കറി കട്ട്ലേറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പിന്നെ അതൊന്ന് ഗ്രീൻ പീസാ കടലയില്ലേ? കടലിട്ടതാ.
ഗ്രീനിഷിലായിട്ട് കടല വേറെ എന്താ ഉണ്ടാ? വേറെ ഒന്നുമില്ല. ഇതെല്ലാം ഈ സാധനമല്ലോ പച്ചക്കറി കട്ട്ലേറ്റ് വേണ്ട. തോന്നുന്നു എന്ത് കിട്ടോ വേണം, പച്ചമുളക് എന്ത് വേണം ഇട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇഞ്ഞത് പോക്കല്ല, ഇല്ല ഞാൻ അധികം എനക്ക് ഇളക്കുന്ന അറിഞ്ഞിട്ടല്ല. അതാണ് നോട്ടെ, ഇനി ഞാൻ അടുത്ത ഞാൻ വിളിക്കാം, ഒന്ന് സെറ്റ് ആയി വരട്ടെ. അപ്പൊ ഷെഫിന്റെ പണി ഇവിടെ കഴിഞ്ഞ് ഇനി മറ്റേ ഷെഫ് ലോക്കൽ ഷെഫ് വരുന്നതാണ് ഇതെല്ലാം റെഡിയാക്കിയനി ഇതൊക്കെ. അപ്പൊ ഇനി നമുക്ക് ലോക്കൽ ഷെഫിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇവിടെ ഷെഫെല്ലാം റെഡിയാക്കി പച്ചക്കറി ഒന്നും കൂടി ഇളക്കി വെച്ചാ പച്ചക്കറി ഇതാക്കിയുണ്ട്. ഇത് നേരത്തെ അതേ സാധനം തന്നെയല്ലേ? പിന്നെ ഒന്നും ഇട്ടില്ലല്ലോ, ഏഴായിട്ടൊന്നും ഇല്ലല്ലോ, ഒന്നും ഉപ്പൊന്നും ഇല്ലല്ലോ, ഉപ്പും മുളകും ഒന്നും ചെറിയ കഷ്ണായിട്ട്. ഏതാ സാധനം ഇവിടെ ഇത് ഓഫാക്കി വെച്ചിട്ട് അവിടെ മുഴിച്ചു നോക്കുന്നത്. ഇവിടെ ഓഫാക്കി രണ്ടുകൂടെ എല്ലാവരും ഇളക്കിക്കോന്ന് പറഞ്ഞതാ. നമ്മളെ പണി എനിക്ക് തരാൻ പറ്റുമോ? അതാണ് വെച്ചേ, അതാ എനിക്ക് തരാത്തതിന്റെ കാരണം അതാ. നിങ്ങള് വേറെ നിങ്ങള് വേറെ ഒരു കുക്കിനെ അപമാനിക്കുന്നില്ല ഇതിലോ. ഇത് പുറത്താക്കിയിട്ടിട്ട് അല്ല, ഇത് വാടം വെക്കണം. വേണ്ട എല്ലാം വാടി വെച്ചിട്ടല്ലേ ഓഫാക്കിട്ടല്ലേ. എനിക്ക് പണി കിട്ടണല്ലോ. മറ്റേ പച്ചക്കറി എനിക്ക് തന്നാ ശരിയാവില്ല. ഈ ഉരുളക്കിഴങ്ങ് അതിലിട്. ഇങ്ങനെ ഇട്ടാ പോരാ. ആയിക്കില്ല മറ്റേതിട്, ആ മിക്സിയിലല്ല. ഇതാ കൂടിയാ എല്ലാം കുറച്ചിട്ടാ മതി. കൊറേ ഇറച്ചിയുള്ള ഇട്ടോ. ഇനി ഷെഫാതെല്ലാം പറഞ്ഞിട്ട് ഇത് മതിയോ എല്ലാം കുറച്ചിട്ടെന്ന് പറഞ്ഞ കുറച്ചുകൂടി ഓരോ ഷെഫിനും അതിൻ്റെതായ. ഞാൻ ഇതല്ല, ഞാൻ മറ്റേ ചൈനീസ് ഓരോ ഡിഷുകളാ. അത് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു. മതിയാ ഇനിമണ തേച്ചുവിടണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മതി. നോക്കിയിട്ടിടാന്ന് പറഞ്ഞു. അതിന് എടുക്കാറ അതിന്റെ കോരി. ഇതാ അതിനെക്കൊണ്ട് ഇളക്ക്. ഇത് ഇവനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതെന്നല്ലേ അനക്ക് തന്നെ ചെയ്യുന്നു. പുറത്തൊന്നാക്കല്ലേ നേരത്തെ പോലെ. അതാ എനിക്ക് തരാത്ത എന്ന് അത് അറിയാണ്ട് പോയതാ. എന്നിട്ട് പറഞ്ഞ് ഓഫാക്കി. എന്ത് ഞാൻ ഓണാക്കിട്ട് തന്നെ കൊടുത്ത് എന്ത് നോക്കാലോ. എന്നാന്ന് വെച്ചാല് അവരോട് വേറെ ഫ്ലെയിം ഓഫ് ആക്കിക്കോ, അല്ലെ ഇനി എന്തെങ്കിലും ആക്കോ, അങ്ങനെ കഴിക്കുന്നല്ലോ. ഇത് ഓരോ ഷെഫിനെ അപമാനിക്കുന്ന ഇതാ. കരിക്കല് മാത്രല്ലല്ലോ, ഇനി തോണ്ടി അങ്ങ് പാനൂരും കോഴിക്കോടെല്ലാം എത്തിക്കുന്നേ തെറിപ്പിച്ചിട്ട്. ഇപ്പൊ ഇതെന്താ വീണ ഇതാ ഫുള്ള് ഇട്ടാ? ഇട്ടോ അത്ര മതി. ഇത് ഉടക്കാനാ? നല്ല കണ്ടുപിടിച്ചതായത്. നിങ്ങള് നമ്മക്കറിയാവുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ, നല്ല നമ്മക്കറിയാം. അത് ഇങ്ങനെ ഉടക്കുക, ഇങ്ങനെ ഉടച്ചുടച്ചിട്ട്. ഇപ്പൊ നിങ്ങളെ പണി ഇപ്പൊ ലാഭിച്ചില്ല നിങ്ങള്. എനക്ക് അപ്പഴത്തേക്ക് 100 ഉണ്ടാക്കാം. എന്തെന്ന് ഇതെന്താ ഇത് പൊട്ടത്തെ? അതിന് പറഞ്ഞ അതാ, അത് നോക്കുമ്പോ അതല്ലേ ഇത് പൊട്ടുന്നില്ല. അത് നോക്കണ്ടേ, ഇനി ചൂടാകുമ്പോ അങ്ങ് പൊട്ടും. വേഗാകുന്ന മാത്രം ചേർത്തോ ഇറച്ചിയില്, അന്നേരം അങ്ങനെ അങ്ങ് പൊടിഞ്ഞോളൂ. ഓരോ മിസ്റ്റേക്ക് ചെറിയ പീസ് അല്ല ഉടഞ്ഞു വെറുതെ. ഓരോ മിസ്റ്റേക്ക് ഓരോ നമ്മൾ പഠിക്കുക. മെല്ലെ നോക്കിക്കോളെ. ഇപ്പൊ കൊറേ നേരം ആടെ ഉടക്കാൻ നിന്നിട്ട് ഉമ്മ പറഞ്ഞ് ചേർത്തോ, അന്നേരം ഇതാവും അല്ല ഉടയും. അതിനൊക്കെയുള്ള പോണ്ട, അതങ്ങ് ചേർന്നോളൂ ചൂടാകുമ്പോ. ഇത് 1/2 മണിക്കൂർ ഇനി അങ്ങനെ ചെയ്തോ പോരാ. 1/2 മണിക്കൂറൊന്നും വീഡിയോ ഓണാക്കി വെക്കാൻ പറ്റൂല.
അതല്ലേ ഞാൻ ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ തന്നെ തമാശക്ക് ഏത് പച്ചക്കറിന്റെ ഞാൻ ആക്കിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ ഞാൻ ഇതെല്ലാം മിക്സ് ആക്കും അപ്പൊ നോക്കുമ്പോ പെട്ടെന്ന് ഫ്ലൈമൽ ഓഫ് ആക്കിയിട്ട് ഇതാക്കിക്കോ. ഞാനിപ്പോ ഇത് വല്ലാതെ കുറച്ചൊന്നും ഇതാക്കിയിട്ട് വീഡിയോ ബാക്കി അതിന് നമുക്ക് ഉരുട്ടല നിങ്ങളെ എല്ലാരും മെയിനായിട്ട് കാണണ്ടേ. അന്റെ ഉരുട്ടല കണ്ടാല് വാങ്ങൂല. അങ്ങനെയല്ല, ഒന്നും നെട്ടിപ്പോകുന്നില്ല. വെറ്റലെന്താ മറ്റേതല്ലേ ഈ കേട്ടത് ഇത് ഇതിനകത്ത് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കല്ലേ. സിമ്പിൾ കാണാൻ സിമ്പിൾ. നമ്മള് മോനെ ഇനി ഇതിന്റെ അടുത്ത് ഫുള്ളും തന്നിക്കണ്ടേ എനക്ക് അതിന്റെ ഒന്നും ഉണ്ടാവില്ല. ചട്ടിയിൽ കൈപ്പുണ്ണ് കിട്ടതാ. അപ്പൊ നമുക്ക് ഇനി വിട്ടല് കാണാം. ഈ ബാക്കിയെല്ലാം ഷെഫ് ഇതാക്കട്ടെ. ഞാൻ കുറച്ച് തന്നെ കൈപ്പുണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഇവിടെ ഇത് വെജു ഇത് ഇതല്ല അല്ല ഇത് വെജ് ഇങ്ങനെ ഇത് വെച്ചാ അല്ല കുറച്ചുള്ള വെജ് രണ്ടുപേരെ ഉണ്ടല്ലോ. ഇങ്ങേപ്പുറത്തെ ഇതാ ഇത് വെജും ഇത് ചിക്കനും. അപ്പോ അവന്മാട് കുറച്ച് ഇത് ആക്കി വെക്ക, എനക്ക് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് തുടങ്ങാം. ഉമ്മ ഇത് ഇതാക്കുന്ന ഓർഡർ കൊടുക്കുന്ന അന്നേരം അതിനിടക്ക് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇത് റൗണ്ടിൽ ഇതാക്കിട്ട് ഈല് എല്ലാം നമ്മളെ കണ്ടുപഠിച്ചതാ. എന്താ റൗണ്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിട്ട് ഇതാക്കല്ലേ എന്താ മറ്റേ ഇത് എന്ന് മൈദേന്റെ ഒരു മാവാ എന്തോ ഇത് മുട്ട മൈദയും മുട്ടയും മിക്സ് ആയിട്ടുള്ള ഒരു മാവ് അതിലിങ്ങനെ കുഴച്ച് വെച്ച് എന്നിട്ട് അതിൽ പിടിപ്പിക്കുക. മസാല ശരിക്കും അതിനകത്ത് പിടിക്കണം. ഓക്കെ. മറ്റേ കൈ ഉണ്ടാക്കണേ കൈ മുക്കറ് റസ്കില് ഇതാ കൈ ഇങ്ങനെ ഓട്ടാക്കിയിട്ട് ഇത് ഇതാക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതാക്കി സാധനം കറക്റ്റായി. ഉമ്മയെല്ലാം ഇനി നിർത്തിക്കോ. ഇനി ഞാൻ ഇത് തുടങ്ങുന്ന അക്കൈ കൊണ്ട് തന്നെ കഴിച്ചോ. മറ്റേ ഇത് ചേർക്കണ്ട. ഇത് തൊട്ടാലിടങ്ങാറ. അപ്പൊ ഇതിങ്ങനെ ഇനി വേണ്ടേ ഒന്നും കൂടി അതിൽ പെരക്ക് നല്ലോണം അമർത്തിയിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് അമർത്ത്. നല്ല അമർത്തി പിടിച്ചോ. നല്ല പിടിക്കും. മതി. ഇത് കുറച്ച് മൂടിയിലിട്. ഇനി തൊട്ടോണ്ടിക്കണ്ടത് ഇല്ല. ഇനി മൂടിയിൽ കുറച്ച് പൊടിയിട്. ഓക്കെ. ഇനി ഇത് ഉപയോഗിക്കവാ വേണ്ട. ഇത് ഉപയോഗിച്ചില്ല. വേണ്ട. എന്നിട്ട് ഒരു അമർത്തല്ലേ. ഇതാ ഉമ്മാന്റെ ഇത് സീക്രട്ട് സാധനം. സീക്രട്ട് വെപ്പൺ ഈ മൂടി. ഇങ്ങോട്ട് എടുക്ക്. ഇതിന് ഉപയോഗിക്കാം. ആക്കിക്കോ. വെള്ളം തട്ടാ തട്ട്. ഇതാ സാധനം റെഡിയായി. ഇത് നോക്ക് രണ്ടും സെയിം സാധനം. ആരാ ആക്കിയത്? ഞാൻ. ഇനി മതിയില്ല. ഇനി ഉമ്മാന്റെ കച്ചവടം പോന്ന. ഇനി അനക്ക കച്ചവടം. ഇനി മതി. ഇനി നമുക്ക് ഇതിനി പൊരിക്കുന്നില്ല. ഇത് ഇല്ലല്ലോ, പൊരിക്കുന്നില്ലല്ലോ. ഇല്ല, ഇത് ഇങ്ങനെ തന്നെ ഓർക്ക അങ്ങ് കൊടുക്കുന്ന. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോ എന്താ പറയാ ആവശ്യത്തിന് പൊരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് ഇവിടുന്ന് ഇനി ലാസ്റ്റ് പറയുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പൊ എന്തെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോ ബൈ.